ഇപ്പോൾ സിനിമാ മേഖലയിൽ ഒരുപാട് വർഷമായി. ഇത്രയും വർഷത്തിൽ നിലനിൽക്കുക എന്ന് പറയുന്നത് എളുപ്പമാണെന്ന് തോന്നുന്നു? എളുപ്പമല്ല. ആ ഒരു ജേർണി എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രഗ്ലിംഗ് ആണ്. ഇത്രയും വർഷം തീർച്ചയായിട്ടും അത് നമ്മൾ സ്ട്രഗ്ലിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഒരു സിനിമ നമുക്ക് ഇഷ്ടപ്പെട്ട സിനിമകൾ ചെയ്യാന്ന് പറയുന്നത് എല്ലാ കാലത്തും സിനിമകൾ വരുന്നുണ്ട്. അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട സിനിമകൾ നമ്മളിലേക്ക് എത്തുക, അത്തരത്തിലുള്ളൊരു സിനിമകൾ, അത് ആ ഒരു ജേർണി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതൊരു സ്ട്രഗിൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ വെറുതെ ഇരുന്നിട്ടൊരു സിനിമ ചെയ്യാൻ പറ്റില്ല. ആ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്രിപ്പറേഷനുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട പലതും ത്യജിക്കേണ്ടി വരും. അപ്പോൾ അത് ഭക്ഷണമാണ്. ഇപ്പം ഞാൻ എൻ്റെ അടുത്ത സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ടൈമാണ്. കഴിഞ്ഞ 7 മാസമായിട്ട് എൻ്റെ വെയിറ്റ് എനിക്ക് ഒത്തിരി കുറയ്ക്കണം, എൻ്റെ ലുക്സിൽ ഭയങ്കര ചേഞ്ചസ് വരുത്തണം, എനിക്ക് അതിനനുസരിച്ച് എന്നെ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ അത് എപ്പോഴും തയ്യാറാണ്. അല്ലെങ്കിൽ ഞാൻ ഈ മേഖല തിരഞ്ഞെടുക്കരുതായിരുന്നു. ഞാൻ ആ മേഖല തിരഞ്ഞെടുക്കുമ്പോൾ എനിക്ക് ഇത്രയും ഇഷ്ടമുള്ളതുകൊണ്ടാണ്. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യാമെന്നാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം നമ്മൾ ഒഴിവാക്കേണ്ടി വരും. ചിലപ്പോൾ പലപ്പോഴും നമുക്ക് ഉറക്കം നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതി നമുക്ക് രാവിലെ തന്നെ നമ്മുടെ പ്രാക്ടീസൊക്കെ നമുക്ക് രാവിലെ തുടങ്ങേണ്ടതായിട്ടുണ്ട്. ഒത്തിരി ട്രാവൽ ചെയ്യേണ്ട. അപ്പോൾ നമ്മുടെ ശാരീരിക വയ്യായ്മകളുണ്ടാവും. ആ വയ്യായ്മകളെ അവഗണിച്ചിട്ട് നമുക്ക് ആ ചെയ്തു തീർക്കേണ്ട കാര്യം ചെയ്തു തീർക്കേണ്ടി വരാം. ഇപ്പം ഭക്ഷണമാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചിലപ്പോൾ മാസങ്ങളോളം നമുക്ക് ഒഴിവാക്കേണ്ടി വരും. അപ്പം അതൊക്കെ ഇതിൻ്റെ ഈ ഒരു ജേർണിയുടെ ഭാഗമാണ്. എല്ലാ മേഖലയിലും ഡെഡിക്കേഷൻ വേണ്ടേ. നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കുമ്പോൾ മാത്രമേ നമുക്ക് അതിനുള്ളൊരു റിസൾട്ട് കിട്ടൂ. നമ്മൾ അത്രയും ഡെഡിക്കേഷൻ ഇട്ടാൽ ചിലപ്പോൾ നമുക്ക് ഇമ്മീഡിയറ്റ് ഇല്ലെങ്കിൽ പോലും അതിൻ്റെ റിസൾട്ട് ഡെഫിനറ്റ്ലി അത് കാലക്രമേണ നമുക്ക് കിട്ടും. നമ്മൾ ഏതൊരു കാര്യത്തിനെയും എത്രത്തോളം ആത്മാർത്ഥതയോടുകൂടി അപ്രോച്ച് ചെയ്യുന്നു എന്നുള്ളതിനാണ്. അപ്പോൾ നമ്മൾ അത്രയും ഡെഡിക്കേറ്റ് ചെയ്തിട്ടൊരു സംഭവം ചെയ്യുമ്പോൾ നമുക്ക് അതിനുള്ള അപ്രിസിയേഷൻ കിട്ടിയില്ലെങ്കിൽ എങ്ങനെയാണ് ഫീൽ ചെയ്യുക? നമ്മൾ എടുക്കേണ്ട എഫേർട്ട് എടുത്തു, നമ്മൾ ചെയ്യേണ്ടത് ചെയ്തു. അപ്പോൾ അതിൻ്റെ റിസൾട്ട് കിട്ടും എന്നനുസരിച്ചിട്ടല്ല, നമ്മൾ ചെയ്യാനുള്ള ചെയ്തു. ചിലപ്പോൾ നമുക്കത് കിട്ടും, ചിലപ്പോൾ അത് കിട്ടൂല. അപ്പോൾ കുഴപ്പമില്ല. വീണ്ടും അപ്പം ഞാൻ വിചാരിക്കണത് എന്താണെന്ന് പറയുക, എവിടെയോ എൻ്റെ എഫേർട്ട് ഒന്ന് കുറഞ്ഞു പോയി. അപ്പോൾ അടുത്തതിൽ ഞാൻ കൂടുതൽ എഫേർട്ട് ഞാൻ എടുക്കുക. അപ്പോൾ ഡെഫിനറ്റ്ലി എനിക്ക് മോർ റിസൾട്ട് കിട്ടും. ഞാൻ എപ്പോഴും എല്ലാ കാര്യങ്ങളെയും അങ്ങനെ എടുത്താണ് വിടണം. അല്ലെങ്കിൽ നമ്മൾ ഡൗൺ ആയി പോകില്ലേ? അപ്പം അതിൻ്റെ ആവശ്യമില്ല. അപ്പം നമ്മൾ കൂടുതൽ അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, എഫേർട്ട് എടുക്കുക. തീർച്ചയായിട്ടും ചെയ്തുകൊണ്ടേയിരിക്കണം. നമ്മൾ മോർ എഫേർട്ട് ഇട്ടുകൊണ്ടേയിരിക്കണം. നമ്മളെ മെച്ചപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. നമ്മൾ കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിക്കൊണ്ടേയിരിക്കണം. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും ആയിക്കൊണ്ടേയിരിക്കണം. ഇതൊരു വലിയൊരു പ്രോസസ്സാണല്ലേ. അപ്പോൾ അതിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കണം. തീർച്ചയായിട്ടും ഈ സിനിമ നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരെയും സപ്പോർട്ട് ചെയ്യണം. ചേച്ചിയുടെ ജീവിതത്തിൽ ഒരു ഗംഭീര ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു ഗംഭീര സക്സസ് ആയി മാറട്ടെ ഈ ഒരു സിനിമ. താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തായാലും ഇത്രയും നമ്മുടെ കൂടെ ചെലവഴിച്ചു. താങ്ക് യു സോ മച്ച്.